ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ഒരു സമുദായത്തെ സമുദായത്തിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചീത്തയുടെ പേരിൽ നമ്മളൊരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ ചില സമുദായത്തിലെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൽ പലരും അതിൽ വീണു പോവുകയുമുണ്ട്. നമ്മൾ സത്യം എന്താണെന്ന് അറിയാതെ നമ്മളതിൽ വീണുപോയി അവരെ അനുകൂലിക്കുകയുമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കാര്യത്തിലാണ് ഞാനിങ്ങോട്ട് പറയാൻ വന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തും കേരളത്തിനകത്തുമുള്ള ചില ആളുകൾ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അവരിൽ ആൾക്കാരെല്ലാം ഒരു പ്രധാന ഒരു കാരണം ഭൂരിപക്ഷം മുസ്ലിം സമുദായം കൊണ്ട് മാത്രം ആ ഒരു ജില്ലേനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ചിലവർ ശ്രമിക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾ അങ്ങനെ വീണു പോവുകയുമുണ്ട്. നമ്മളിപ്പോൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ഹിന്ദു സമുദായമാകട്ടെ, മുസ്ലിം സമുദായമാകട്ടെ, ക്രിസ്ത്യൻ സമുദായമാകട്ടെ, അതിലെല്ലാം നല്ലതും മോശവുമായ കാര്യങ്ങളുണ്ട്, മോശമായ ആളുകളുമുണ്ട്. അപ്പോൾ ആ ഒരു മോശമായ ആളുകളുടെ ആസ്പെക്റ്റിൽ ആ ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുപോലെ തന്നെയാണ് ഒരു ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ പല സമുദായത്തിലുള്ളതുണ്ടാവും. ആ ഒരു സമുദായത്തിൻ്റെ പേരിൽ ആ ഒരു ജില്ലേനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതും ശരിയായ കാര്യമല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിപ്പോൾ താമസിക്കുന്നത് മണ്ണാർക്കാടിലാണ്. ഏകദേശം മലപ്പുറം ജില്ലയുടെ ഏകദേശം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും പോപ്പുലേഷൻ കുറച്ച് കൂടുതൽ മുസ്ലിം സമുദായമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ എനിക്ക് അതൊരു വെറുതിരിവായിട്ട് കാണുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഒരുപക്ഷെ ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ ഇങ്ങനത്തെയുള്ള ആളുകൾ പറയുന്ന മലപ്പുറം ജില്ലേനെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ എനിക്കും ചിലപ്പോൾ അങ്ങനെ ആവാം എന്ന് ഞാൻ ചിന്തിക്കാം. പക്ഷെ ഞാനിവിടെ കുറേ ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ടൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല ഇവിടെയുള്ള കാര്യങ്ങൾ. ഒബ്വിയസ്ലി ഇവിടെ നല്ല ഇതുപോലെ മോശമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് മുസ്ലിം സമുദായത്തിലുണ്ട്, ഹിന്ദു സമുദായത്തിലുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ചിത്രീകരിക്കരുത്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഇതിനായിട്ട് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് എല്ലാ അമ്പലത്തിലുമുണ്ട്. ചില അമ്പലത്തിൽ, നമ്മുടെ പല അമ്പലത്തിലും ഹിന്ദുക്കളെ കയറ്റുകയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളൊന്ന് വന്ന് നോക്കി ഇവിടുത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് പർദ്ദ സ്ത്രീകളൊക്കെ വന്ന്. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നടന്നൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് കാലശലായ പ്രഗ്നൻസി പെയിൻ വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയത് 2 താത്തമാർ, മുസ്ലിം സമുദായത്തിലുള്ള 2 താത്തമാർ തൊട്ടടുത്തുള്ള. അവർ കൂടെ ഫാദർ-ഇൻ-ലോയും മദർ-ഇൻ-ലോയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും. അപ്പോൾ അവരവിടെ ഭാര്യനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് തിരിച്ചു വന്ന കുട്ടി ഉണ്ടായെന്നുള്ള ഡെലിവറിയുടെ കാര്യം അറിയിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് 2 താത്തമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നേഴ്സ് ചോദിച്ചു എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ആൾക്കാരാരൊക്കെയാണ്. അവരിപ്പോൾ ആദ്യം പറയും ഞങ്ങളാണെന്ന് പറയും. അപ്പോൾ നിങ്ങളല്ല, ഇങ്ങനെ വേറെ നമ്മളൊരു ഹിന്ദു പേരായതുകൊണ്ട് നേഴ്സ് വിചാരിച്ചില്ല ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ മോളാണ്, ഞാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് നേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ ചോദിക്കണമെന്ന ഒരു നാടാണ് ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ സമുദായം അങ്ങനെ ഒരു വേർതിരിവില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിം സമുദായത്തിലോട്ടാണ്. അവരൊരുമിച്ച് കളിക്കുകയാണ്. അവരും ഓണത്തിനായാലും ഇതിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെ പോയിരുന്നതാണ്.
ഞാൻ എൻ്റെ മകനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അവൻ പഠിക്കണം, രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമുദായ സ്പർദ്ധയൊന്നും ഇല്ലാത്ത രീതിയിൽ കുട്ടികൾ വളരണം എന്നുള്ള കാര്യമാണ് നമ്മൾ മാതാപിതാക്കൾ കുട്ടികളിലും പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പഠിക്കുക. എനിക്കിതൊന്ന് പറയണം തോന്നി. കാരണം പല രീതിയിൽ പല കാര്യങ്ങളിൽ ഇങ്ങനെ മതസ്പർദ്ധയുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് സമുദായങ്ങളെല്ലാം ഇവിടെ കേരളം അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്ന വിദ്വേഷ ശക്തികൾ ഏത് മതക്കാരാകട്ടെ അവരെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അകറ്റി നിർത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ബൈ.